ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ദേവരാഗം ചാനലിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ ഒരു വൈബാണ്. മഴ പെയ്തു, എല്ലാ സ്ഥലങ്ങളും മഴ പോയപ്പോൾ ശാന്തമായി. വിജനമാണിപ്പോൾ. ചേനയെല്ലാം നനഞ്ഞ് പിടിച്ചു, എല്ലാം വലുതായി. എല്ലാ ചേനകളും വലുതായി. ചേനയെല്ലാം പൊട്ടി മുളച്ചേക്കണ, എല്ലാം വലുതായി. ആ ഒരു ഒറ്റ മഴയുടെ 2 ദിവസം മഴയുടെ ഇതെല്ലാം പിടിച്ചത്. മോർണിംഗ് വൈബ്. മേഘങ്ങളെല്ലാം വെളുത്ത് നല്ല അടിപൊളി, എന്ത് രസമല്ലേ. ചക്കുവിൻ്റെ ചെടിയെല്ലാം നല്ല കാറ്റിന് വീണ് എല്ലാം താഴെ വെച്ചതാ. തുളസിയെല്ലാം താഴെ വെച്ചിരുന്നല്ല, അല്ലെങ്കിൽ ഇതെല്ലാം വീഴും. വാങ്ങിച്ചു കറ്റാറ് വാഴ ഒക്കെ നടാനായിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. വെള്ളം ഒഴുകി എല്ലാം പോയി. വെള്ളം ഒഴുകി നേരെ കൃഷി സ്ഥലത്തേക്കാണ് പോണത്. ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കംപ്ലീറ്റ് വെള്ളം കയറി. അതിനകത്ത് മീനുകളുണ്ട്, ഒരുപാട് മീനുകളുണ്ട്. പിള്ളേരെല്ലാം വന്ന് ചൂണ്ടയിടുന്നു. മാടത്ത് വന്ന് കുളിക്കണുണ്ട്. രാവിലെ എന്നും നിങ്ങൾ വന്ന് കുളിക്കും. രാവിലെ രസമാണ്. 2 ഇണകളാണ് വന്ന് ആസ്വദിച്ച് കുളിക്കുന്നത്. അത് കുളിച്ച് ഫ്രഷായിട്ട് പോകും. നല്ല ഭംഗിയല്ലേ കാണാൻ. അവരുടെ സ്നേഹം എന്തായിരിക്കും അല്ലേ, 2 പേരുടെ. രണ്ടും കുളിച്ച് ഫ്രഷായി. ഒരാൾ പോയി. അതാ പട്ടി കുരക്കുമ്പോഴേ നിങ്ങൾക്ക് പേടിയാണ്. അവിടെ പോയിരുന്ന് ചിറകെല്ലാം കൊത്തി ക്ലീനാക്കി ഭംഗിയോടെ ഇരിക്കും. മണിയാണ്. നമുക്ക് ചക്കുവിനെ വിളിക്കാം. ആളെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലത്തെ മഴയൊക്കെ ആസ്വദിച്ച് നല്ല ഉറക്കമായിരുന്നു. നമുക്ക് വിളിക്കാം, ചക്കുവിനെ വിളിക്കാം. ഈ റൂമിലാണ് ആള് ശാന്തമായിട്ട് ഉറങ്ങണത്. 2-3 മാസം ഒരുപാട് വേദന അനുഭവിച്ച് ഇപ്പം ആള് ഭയങ്കര ശാന്തത എടുത്ത്. ചക്കു എൻ്റെ ആള് നല്ല ഉറക്കമാണ്.
ഈ സമയം അവളുടെ റൂമാണ്. ഉറക്കത്തിലാണ്. വിളിക്കട്ടെ? ചക്കോ ചക്കോ എഴുന്നേക്കണില്ലേ? എപ്പോഴാ? എപ്പോഴാ എഴുന്നേക്കണേ? സമയം എത്രയെന്ന് അറിയാമോ? ഇന്നലെ എത്ര മണിയായി കിടന്നു? ഉറങ്ങണ്ടേ? എഴുന്നേക്ക്. ഒരു ഗുഡ് മോർണിംഗ് പറ. നമസ്കാരം. ഇന്നലത്തെ മഴ എങ്ങനെയുണ്ട്? നല്ല മഴ. ആസ്വദിച്ചല്ലേ? മഴയില്ലല്ലോ. മഴ ഒന്നുമില്ല. ബാഡ് മണം. എന്താണ് ബാഡ് മണം? പ്രകൃതിയുടെ മണം, മണ്ണിന്റെ മണം. ഒരു ബാഡില്ല. ഇവിടെ നിന്ന് എടുക്കുന്ന വീട് ഭംഗിയുണ്ട്. ഇതൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് തട്ടണയാണ് അഴുക്കുന്നോടൊക്കെ. ഇതിലെനിക്കല്ലേ നിങ്ങൾ ക്യാമറ മാറ്റണം. ലോകം ചാനലിലേക്കും ദേവരാഗ ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇനി എനിക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. വിളക്ക് കഴുകണം, വിളക്ക് കത്തിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഉറക്കത്തിൻ്റെ മൂഡിൽ വീഡിയോ ഒന്നും എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ പല്ല് തേക്കണം, കുളിക്കണം, വിളക്ക് ഒക്കെ തേച്ച് കഴുകണം, എന്നിട്ട് വേണം വിളക്കൊക്കെ കത്തിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ കൃഷ്ണനാണത് ഇവിടെ വെച്ചിട്ടുണ്ട്, അടുപ്പിച്ച്. ചക്കുവിൻ്റെ കൃഷ്ണനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചക്കുവിന് കൃഷ്ണനെ കാണുന്നത്. പിന്നെ ചോറ്റാനിക്കരമ്മയുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, മഹാലക്ഷ്മിയുണ്ട്, ഗണപതിയുണ്ട്, എല്ലാവരുമുണ്ട്. ശരിക്കൊന്നും ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. പതിയെ പതിയെ ചെയ്യണേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് അവിടെ. ഇനി എന്താ പറയുക, നമ്മൾ വാടക വീട്ടിലെ ജീവിതമായതുകൊണ്ട് അലമാരി അങ്ങനെയൊന്നും മേടിക്കാറില്ല ഞാൻ. പിന്നെ അങ്ങനെയുള്ള ലൈഫല്ലേ. അപ്പം ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമായിരിക്കുന്നു. പിന്നെ കാണിച്ച് ഇപ്പം നമ്മൾ തൽക്കാലമൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സാധനങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. എല്ലാം ഒരു സ്ഥലത്തുനിന്ന് ഈ വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്തുനിന്ന് എല്ലായിടത്തും പറക്കി വെച്ച് ഒരു സ്ഥലത്തേക്ക് വന്ന് പിന്നെ അത് അറേഞ്ച് ആവണമെങ്കിൽ 2-3 മാസമൊക്കെ പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് വേദനയിലാണ്. എനിക്ക് വീടില്ലാത്തതിൽ ഒരുപാട് വേദനയിലാണ് ഞാൻ ഉള്ളത്. വേറെ കാര്യങ്ങളിലൊന്നും എനിക്ക് വിഷമമില്ല, വീടില്ലാത്തതിൻ്റെ വിഷമങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ് ദൈവത്തിൻ്റെ വിധി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ അവസ്ഥകളും വേദനകളൊക്കെ. ഞാൻ ഒരുപാട് വേണ്ടെന്ന് വെച്ച് മറച്ച് പിടിച്ചതെല്ലാം എനിക്ക് ലാസ്റ്റ് പുറത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അപ്പം എല്ലാവരും ജീവിതത്തിൽ എന്താ പറയുക, ഒരു കുഞ്ഞു ജനിച്ചു, അതിനെ വളർത്തി വലുതാക്കുമ്പോൾ മാതാപിതാക്കൾ ഈ വേർകൃത്തിയുള്ള സ്നേഹങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കൾ ജനിച്ച് കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ആദ്യമായിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴാണ് വേറൊരു കുഞ്ഞ്
അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ഒരുപോലെ എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വത്തിനോ മുതലിനോ വേണ്ടി പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു വിവാഹം വന്ന് വിവാഹ ജീവിതത്തിൽ എവിടുന്നോ ഒരു ആളാണ് നിങ്ങൾ ജീവിതസഖിയായിട്ട് വരിക. അത് കഴിയുമ്പോഴാണ്, അത് സംയോജിച്ചിട്ടാണ് നിങ്ങളുടെ 2 പേരുടെയും രക്തത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യരുത്, വേറകൃത്യം കാണിച്ച് എന്ത് ചെയ്യരുത്, വേദനപ്പെടുത്തി വിടരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, വീഡിയോ കാണുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കാണ് പറയണത്. സ്വത്തും മുതലും ഒന്നുമല്ല, നിങ്ങളെ കാണിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. ഒരു ആൾക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് പോലെ കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ മനസ്സിനകത്ത് നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടികളുണ്ടാവും, നിങ്ങൾക്ക് തന്നെ തിരിച്ചടികളുണ്ടാവരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും മക്കളും കൂടെ ചേർന്നതാണ് ഒരു സന്തുഷ്ട കുടുംബം. അപ്പം നിങ്ങൾ നല്ലൊരു കുടുംബത്തിന് ഉടയാളി ആയിത്തീരുക. ആ കുട്ടിക്ക്, നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് ജോലിയുണ്ട്, ഇളയ കുട്ടിക്ക് ജോലിയില്ല, മൂത്ത കുട്ടിക്ക് നല്ലതാണ്, ഇളയ കുട്ടിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും മാതാപിതാക്കൾ വേർകൃത്യം കാണിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഒരുപോലെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്കില്ലെങ്കിൽ ഒരാൾക്കും കൂടെ ആ നിലയിൽ എത്തിക്കാനായിട്ട് നോക്കുക. പരസ്പരം സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്ത് സ്നേഹം കൊടുക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും ആക്കണതല്ല ഒരു മാതാപിതാക്കളുടെ ദൗത്യം. അപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. രാവിലെയൊക്കെ ഇങ്ങനെ ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വരും. അപ്പം അങ്ങനെ എൻ്റെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം കഴുകി വിളക്കെല്ലാം കത്തിക്കണം, അതിൻ്റെ പരിപാടി. വിളക്കെല്ലാം കഴുകി ക്ലീനാക്കി നല്ല ഭംഗിയിൽ രാവിലെ വൈകുന്നേരം. നിവ്യ ആൽമണ്ട്. ഞാൻ എപ്പോഴും കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മോയ്സ്ചറൈസർ വേണം, എപ്പോഴും അത് വേണം. നിവ്യയുടെ നല്ല മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോഴും കുളിച്ച് വന്നു കഴിഞ്ഞാൽ മുഖത്തും എൻ്റെ കയ്യിലും ഒക്കെ തേക്കും ഇത്തിരി. കൊക്കോ നല്ല സ്മെല്ലല്ലേ? രാവിലെ വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. നമ്മൾ രാവിലത്തെ പ്രഭാതം ഇതാണ് ഉപ്പൻ, ചെമ്പോത്തെന്നൊക്കെ പറയും. രാവിലെ ആള് വരും, കുളിയൊക്കെ കഴിഞ്ഞ് ആള് ഭക്ഷണമൊക്കെ കഴിച്ച് ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കും.